നാടിന്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളത്തി. നാളെ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമാണ്. വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നാളെ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ലോക വനിതാ ദിനമാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ജന്മദിനം. ഇരയിമ്മൻ തമ്പിയുടെ മകളും ആദ്യകാല മലയാള കവയത്രിയുമായിരുന്ന കുട്ടിക്കുഞ്ഞു തങ്കച്ചി ചരമദിനം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ദിവസം. ഐക്യരാഷ്ട്രസഭ സ്വന്തമായി റേഡിയോ നിലയം ആരംഭിച്ച ദിവസം 1946 ഇത്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്ന VT കൃഷ്ണമാചാരി ചരമദിനം. സതാനക് വേഴ്സസ് എന്ന നോവലിന്റെ രചയിതാവ് ബ്രിട്ടീഷ് നോവലിസ്റ്റ് സൽമാൻ റുഷ്ദിക്കെതിരെ ഇറാനിലെ അയത്തുള്ള ഖുമൈനി ഫത്വ പുറപ്പെടുവിച്ച ദിവസം. 1989 ഇത് പുറപ്പെടുവിച്ചത്. ഡോക്ടർ ഇയാൻ വീൽമുട്ടും സംഘവും സ്കോട്ട്ലൻഡിൽ ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ചെമ്മരിയാടിനെ സൃഷ്ടിച്ച ദിവസം. 1997 ഈ സൃഷ്ടി. കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമമായി പ്രഖ്യാപിച്ച ദിവസം. ONV കുറുപ്പ് ചരമദിനം. 2015 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. ആകാശവാണി തിരുവനന്തപുരം കോഴിക്കോട്. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ഇന്ന് ഫെബ്രുവരി 13 അന്തർദേശീയ റേഡിയോ ദിനം, നാഷണൽ റേഡിയോ ഡേ. ടെലിവിഷൻ കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന കാലത്ത് പത്രങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ വിരളമായിരുന്ന ആ ഒരു കാലം താരം റേഡിയോ തന്നെയായിരുന്നു. മുതിർന്നവർ സിനിമ കാണുന്ന കൗതുകത്തോടെ ശബ്ദരേഖ കേട്ടിരുന്നതും നാടകവാരങ്ങൾ ആസ്വദിച്ചിരുന്നതും കുട്ടികൾ കുട്ടേട്ടന്റെ ബാലവേദി കേട്ടിരുന്ന് കഥകളും കവിതകളും മനപ്പാടമാക്കിയതും പാട്ടുകാർ സംഗീതം പഠിച്ചതും അതേ ഒരു കാലത്ത് ലോകത്തെ കീഴടക്കിയ താരമായിരുന്നു റേഡിയോ. ഈ പുളകിത ഓർമ്മകൾ പുതുക്കാൻ എല്ലാ വർഷവും ഫെബ്രുവരി 13 വരുന്നു. നമുക്ക് ഗൃഹാതുരത്വം ഓർമ്മയോടെ അതിനെ വരവേൽക്കാം. 2011 യുനെസ്കോയിലെ അംഗരാജ്യങ്ങൾ ഫെബ്രുവരി 13 അന്താരാഷ്ട്ര റേഡിയോ ദിനമായി പ്രഖ്യാപിച്ചു. 2012 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അന്താരാഷ്ട്ര ദിനമായി ഇത് അംഗീകരിക്കുകയും ചെയ്തു. മാനവികതയെ അതിന്റെ എല്ലാ വൈവിധ്യത്തിലും ആഘോഷിക്കുന്നതിനുള്ള ശക്തമായ ഒരു മാധ്യമമാണ് റേഡിയോ. അത് ജനാധിപത്യ വ്യവഹാരത്തിനുള്ള ഒരു വേദിയാണ്. ആഗോളതലത്തിൽ റേഡിയോ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന മാധ്യമമായി ഇന്നും തുടരുന്നു. വലിയ വിഭാഗം ശ്രോതാക്കളിലേക്ക് എത്തിച്ചേരാനുള്ള ഈ അതുല്യമായ കഴിവ് റേഡിയോയ്ക്ക് സ്വന്തമാണ്. ഒരു സമൂഹത്തിന്റെ വൈവിധ്യത്തിന്റെ അനുഭവം രൂപപ്പെടുത്താനും എല്ലാ ശബ്ദങ്ങൾക്കും സംസാരിക്കാനും പ്രതിനിധീകരിക്കാനും കേൾക്കാനുമുള്ള ഒരു വേദിയായി നിൽക്കാനും റേഡിയോയ്ക്ക് കഴിയുന്നു. അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വിശ്വസനീയവും കൂടുതൽ പേർ ആശ്രയിക്കുന്നതുമായ മാധ്യമങ്ങളിൽ ഒന്നായി റേഡിയോ തുടരുന്നു. ലോക റേഡിയോ ദിനത്തിന്റെ 2022 പതിപ്പിന്റെ തീം അങ്ങനെ, റേഡിയോ ആൻഡ് ട്രസ്റ്റ് റേഡിയോയും വിശ്വാസ്യതയും എന്നാണ്. പുതിയ ലോകം, പുതിയ റേഡിയോ. ലോകം മാറുന്നതിനനുസരിച്ച് റേഡിയോയും മാറുന്നു. അങ്ങനെ COVID-19 പാൻഡമിക് കാലത്ത് പഠനത്തിന് തുടർച്ച ഉറപ്പാക്കാനും തെറ്റായ വിവരങ്ങൾക്കെതിരെ പോരാടാനും റേഡിയോ നമുക്കൊപ്പം നിൽക്കുന്നു. അതിനാൽ ന്യൂ വേൾഡ് ന്യൂ റേഡിയോ എന്നത് റേഡിയോയുടെ പ്രതിരോധശേഷിയുടെ പ്രതീകമാണ്. സാമൂഹിക പരിവർത്തനങ്ങളുടെയും ശ്രോതാക്കളുടെ പുതിയ ആവശ്യങ്ങളോട് മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള അതിന്റെ മികവ് നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയും എപ്പോഴും റേഡിയോ വിശാലമായ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. എല്ലാ ശബ്ദങ്ങളും പ്രകടിപ്പിക്കാനും പ്രതിനിധീകരിക്കാനും കേൾക്കാനും കഴിയുന്ന ഒരു വേദിയായി ഇത് സ്വയം മാറുന്നു. അതിനാൽ റേഡിയോ ഇന്നും ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാധ്യമമാണ്. ലോകം മാറുന്നു, റേഡിയോ വികസിക്കുന്നു. റേഡിയോ പ്രതിരോധശേഷിയുള്ളതും സുസ്ഥിരവുമാണ്. ലോകം മാറുകയും റേഡിയോ പൊരുത്തപ്പെടുകയും ചെയ്യുന്നു, നവീകരിക്കുന്നു. റേഡിയോ പുതിയ സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടുന്നു. കൂടാതെ എല്ലായിടത്തും എല്ലാവർക്കും ലഭിക്കുന്ന മാധ്യമമായി അത് തുടരുന്നു. റേഡിയോ സ്റ്റേഷനുകൾ വൈവിധ്യമാർന്ന കമ്മ്യൂണിറ്റികൾക്ക് സേവനം നൽകണം. വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളും കാഴ്ചപ്പാടുകളും ഉള്ളടക്കവും വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ അവരുടെ ഓർഗനൈസേഷനുകളിലും പ്രവർത്തനങ്ങളിലും പ്രേക്ഷകരുടെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുകയും വേണം. ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരം കണക്കിലെടുക്കാതെ പൊതുസംവാദത്തിൽ ഇടപെടാനൊരു വേദി വാഗ്ദാനം ചെയ്യുന്ന വിദൂര കമ്മ്യൂണിറ്റികളിലേക്കും ദുർബലരായ ആളുകളിലേക്കും എത്തിച്ചേരുന്നതിന് പ്രത്യേകമായി അനുയോജ്യമായ ഒരു ചെലവ് കുറഞ്ഞ മാധ്യമമാണ് റേഡിയോ. അടിയന്തര ആശയവിനിമയത്തിലും ദുരന്ത നിവാരണത്തിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. കമ്മ്യൂണിറ്റികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും മാറ്റത്തിനായി പോസിറ്റീവ് ഡയലോഗുകൾ വളർത്തുന്നതിനും റേഡിയോ സവിശേഷമായ സ്ഥാനമാണുള്ളത്.
അതിന്റെ പ്രേക്ഷകരെ ശ്രദ്ധിക്കുകയും അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്നതിലൂടെ റേഡിയോ സേവനങ്ങൾ നാം എല്ലാവരും നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് ആവശ്യമായ കാഴ്ചകളുടെയും ശബ്ദങ്ങളുടെയും വൈവിധ്യം നൽകുന്നു. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനത്തിനോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ഇവന്റുകളിൽ ചേരുക. റേഡിയോ ഇപ്പോഴും ലോകമെമ്പാടുമുള്ള ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്ന് കണ്ടെത്തുക. 2010 സെപ്റ്റംബറിൽ സ്പെയിനാണ് ലോക റേഡിയോ ദിനം ആദ്യമായി നിർദ്ദേശിച്ചത്. ലോകമെമ്പാടുമുള്ള ബ്രോഡ്കാസ്റ്റിംഗ് അസോസിയേഷനുകളുടെ പിന്തുണയോടെ 2011 നവംബറിൽ യുനെസ്കോ രാജ്യങ്ങൾ ഇത് ഏകകണ്ഠമായി അംഗീകരിച്ചു. റേഡിയോയുടെ രസകരമായ കാര്യമത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോഴും പ്രസക്തവും പ്രധാനപ്പെട്ടതുമാണ് എന്നതാണ്. അവധിക്കാലത്തോ ജോലിസ്ഥലത്തോ വേണ്ടിയുള്ള ആ നീണ്ട ഡ്രൈവുകളിൽ റേഡിയോ ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. ഞങ്ങളെ പാടിപ്പുകഴ്ത്തുകയും ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതൊരു മികച്ച സുഹൃത്തിനെയും അയൽക്കാരനെയും പോലെയാണ്, എപ്പോഴും കൂടെയുണ്ടാവുകയും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു. റേഡിയോ ഒരിക്കലും നിങ്ങളുടെ വേട്ടക്കാരനെ കടമെടുത്ത് തിരികെ നൽകാൻ മറക്കില്ല. ലോക റേഡിയോ ദിനത്തിന്റെ ചരിത്രത്തിലേക്ക്. കാലാകാലങ്ങളിൽ അതിന്റെ ഉപയോഗം നിലനിർത്തിയിട്ടുള്ള ഒരു മാധ്യമമാണ് റേഡിയോ. വിവരങ്ങൾ നൽകുന്നതിനും ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും സംസ്കാരങ്ങളിലുടനീളം ആവിഷ്കാരം അനുവദിക്കുന്നതിനും തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട സംഗീതം പ്ലേ ചെയ്യുന്നതിനുമുള്ള ഒരു വേദിയാണിത്. സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചാലും റേഡിയോയ്ക്ക് പകരം വെക്കാനാവാത്ത ഒരു മാധ്യമമാണിത്. പ്രത്യേകിച്ച് പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ റേഡിയോ തരംഗങ്ങളും ആവൃത്തികളും പൂർണ്ണമാക്കുന്നതിന് ചരിത്രത്തിൽ നിരവധി ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. എന്നാൽ ഇറ്റാലിയൻ കണ്ടുപിടുത്തക്കാരനായ ഗൂഗ്ലിയമോ മാർക്കോണിയാണ് റേഡിയോയിലൂടെയുള്ള ആശയവിനിമയത്തിന്റെ സാധ്യത തെളിയിച്ചത്. 1895 ഇറ്റലിയിൽ നിന്ന് ചരിത്രത്തിലെ ആദ്യത്തെ റേഡിയോ സിഗ്നലിലൂടെ അദ്ദേഹം ഒരു ടെലിഗ്രാം അയക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. അമേരിക്കയിലെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ 1919 പിറ്റ്സ്ബർഗിൽ സ്ഥാപിതമായി. 1939 എങ്ങ റേഡിയോ അരങ്ങേറി. 1994 റേഡിയോയിലൂടെയുള്ള പ്രക്ഷേപണം ഡിജിറ്റലായി ഇന്റർനെറ്റ് വഴി ആരംഭിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇന്റർനെറ്റ് റേഡിയോ സ്റ്റേഷനും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. 2011 യുനെസ്കോ ജനറൽ കോൺഫറൻസിന്റെ 36ാമത് സെഷനിൽ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി പ്രഖ്യാപിച്ചു. 1946 ഫെബ്രുവരി 13 രൂപീകരിച്ച യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിന്റെ വാർഷിക ദിനമായതിനാൽ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ഈ തീയതി തിരഞ്ഞെടുത്തു. വിലയേറിയ ഉള്ളടക്കമോ വീഡിയോഗ്രാഫിയോ ഉപയോഗിക്കാതെ വിനോദം, പ്രാദേശിക വാർത്തകൾ, സ്പോർട്സ് അപ്ഡേറ്റുകൾ, ചർച്ചകൾ, മികച്ച സംഗീതം എന്നിവ നൽകുന്ന ഒരേ ഒരു പ്രക്ഷേപണ മാധ്യമം റേഡിയോയാണ്. കൂടാതെ മാർക്കറ്റിംഗിനുള്ള ഫലപ്രദമായ മാർഗവുമാണിത്. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് ആസ്വദിക്കൂ. നമ്മോടൊപ്പം റേഡിയോയും ഉണ്ടെന്ന് അതിനെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തൂ. വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക്. ഗസയിലേക്കുള്ള ഒമാന്റെ സഹായം തുടരുന്നു. ഇസ്രയേൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി. അച്ചടക്കലംഘനം. പശ്ചിമബംഗാൾ 6 BJP MLA-മാർക്ക് സസ്പെൻഷൻ. നയപ്രഖ്യാപനം വായിക്കാൻ വിസമ്മതിച്ച് തമിഴ്നാട് ഗവർണറെ ഇരുത്തി നയപ്രഖ്യാപനം വായിച്ച് സ്പീക്കർ. തൃപ്പൂണിത്തുറയെ നടുക്കി സ്ഫോടനം. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. കേരളത്തിൽ ചൂട് കനക്കുന്നു. അയൽപ്പക്ക വാർത്തകളിലേക്ക് പോകാം. കവി വിനയചന്ദ്രനെ ഇനിയും വേണ്ടവിധം കേരളം തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ സീമ ജെറോം അനുസ്മരണ പദയാത്ര നടത്തി. സാഹിത്യ സ്നേഹി. ചിറ്റുമല ബജറ്റിൽ ടൂറിസത്തിന് മുൻതൂക്കം. CQ സ്കൂൾ കുട്ടികൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പേരയം പഞ്ചായത്തിൽ ആട് വിതരണം നടത്തി. കുട്ടികളുടെ നാടൻ പാചക രുചിയറിഞ്ഞ് രക്ഷിതാക്കളും അധ്യാപകരും. കണക്ട് പ്രോഗ്രാം. കോളേജ് ലീഡേഴ്സ് നിയമസഭ സന്ദർശിച്ചു. കുണ്ടറ പഞ്ചായത്ത് ആട് വിതരണം നടത്തി. അറിയിപ്പ്.
ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. കവി വിനയചന്ദ്രനെ മലയാളം ഇനിയും വേണ്ട വിധം തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ സീമ ജോൺ. കവി എന്ന നിലയിൽ മാത്രമല്ല, നാടകരചയിതാവും വിവർത്തകനും ബാലസാഹിത്യകാരനും ഒക്കെ ആയിരുന്ന വിനയചന്ദ്രനെ ഇനിയും മലയാളം തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് കാര്യവട്ടം ക്യാമ്പസ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ സീമ ജെറോം കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കവി വിനയചന്ദ്രൻ അനുസ്മരണ പദയാത്രയും യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അഡ്വക്കേറ്റ് വി ജോസ് അധ്യക്ഷത വഹിച്ചു. കവി ചവറ KS പിള്ള, ആർട്ടിസ്റ്റ് മുളവന NS മണി, നിസാർ മുഹമ്മദ്, ജോസഫ് ബിൽസൺ, ജോൺ റിച്ചാർഡ്, വേണുഗോപാൽ, പ്രകാശ് പള്ളിയാടി, ബൈജു പ്രമോഹം, സാജോ പനയങ്കോട്, ഫെലിക്സ് W മിരാൻഡ, MR ഷാ, വിജയമ്മ ജസ്റ്റിൻ, ലാൽസൺ എന്നിവർ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ സവിശേഷത കൊണ്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹവും കൂടുതൽ കവിതയെ തന്നെയാണ് ഉപാസിച്ചത്. പക്ഷെ അങ്ങനെ കവി മാത്രമായിരുന്നു കൊണ്ട് തൻ്റെ കാഴ്ചപ്പാടുകളെ കവിതയുടെ ചിട്ടവട്ടങ്ങളിൽ മാത്രം തളച്ചിടാനും അദ്ദേഹം തയ്യാറല്ലായിരുന്നു. എന്ന് പറയുമ്പോൾ കവിതയുടെ സാധ്യതകളെ ചുരുക്കി പറയുകയല്ല. എനിക്ക് മുമ്പ് ഇവിടെ കവികളായ ആൾക്കാരൊക്കെ ഉണ്ട്, സജോ പനയങ്കോടിനെയൊക്കെ പോലെയുള്ള വിനയേന്ദ്ര സാറിനെയൊക്കെ നന്നായി ആവാഹിച്ചെടുത്ത നമ്മുടെ പരിസര ഗ്രാമത്തിലെ സജയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം, ഞാൻ കവിതകളെ കണ്ടും കേട്ടും വായിച്ചും ആസ്വദിച്ചും തുടങ്ങിയ എൻ്റെ പഠനകാലത്ത് ഞങ്ങൾക്കൊക്കെ മുമ്പേ സഞ്ചരിച്ച കൊല്ലം ജില്ലയിലെ നിരവധി കവികളിൽ ശ്രീകുമാർ സാറും വിനേന്ദ്രൻ സാറും അതിൻ്റെ പിന്തുടർച്ചക്കാരായി സാജോയും ഒരു ഒട്ടനവധി കവികൾ ഒക്കെ, ഒരുപക്ഷെ ഞങ്ങളെയൊക്കെക്കാളും വിനേന്ദ്രൻ സാറിൻ്റെ കവിതകളെയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും കവിതയുടെ രൂപപ്പെടലിനും മുന്നേയുള്ള സഞ്ചാരങ്ങളെയും ചിന്തകളെയും അനുഭവങ്ങളെയും ഒക്കെ കുറെ കൂടി അടുത്തു നിന്ന് അറിഞ്ഞവർ ഈ സദസ്സിലുണ്ട്. ഞാൻ വേദികളിൽ കേട്ടതും പുസ്തകങ്ങളിൽ വായിച്ചതും പഠിച്ചതുമായി അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തന്നെ ചില ക്ലാസ് മുറികളിൽ, പ്രത്യേകിച്ച് സാഹിത്യ സദസ്സുകൾ, ഇതുപോലെയുള്ള വൈജ്ഞാനിക സംവാദങ്ങൾ, ഇതുപോലെയുള്ള മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് മുൻപിൽ ക്ലാസ് മുറിയിലെ കുട്ടിയുടെ കൗതുകത്തോടു കൂടി ഇരുന്നും ഒക്കെയുള്ള അനുഭവമാണ് എനിക്കുള്ളത്. അതിനേക്കാളേറെ വിനയേന്ദ്രൻ സാറിനെ നേരിട്ടും കണ്ടും അനുഭവിച്ചും പരിചയിച്ച നിരവധി മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ ഇത്തിരി മുറ്റത്തു ഞാൻ നട്ടുനോറ്റു പൂവിട്ട തൈമുല്ല, പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ്, കലണ്ടറിൽ ചൂട്ടുകത്തിച്ചു കിടക്കും അവധികൾ. ഉള്ളിലേതോ ഗുഹാശില്പം നിറയെയും പൂർവലിപികൾ, തിരിച്ചു വായിക്കുവാനാകാതെ നിന്നു ചുറ്റുന്ന പ്രണയം, വിഷാദം, വിരഹം, പ്രതീക്ഷ, അനാഥ സങ്കൽപ്പം, മുറിവേറ്റ ദിനരാത്രി സന്ധ്യകൾ. അമ്മയില്ലാത്തവർക്കേതു വീട്, ഇല്ല വീട്, എങ്ങെങ്ങുമേ വീട്. അമ്മയില്ലാത്തവർക്കേതു വീട്, ഇല്ല വീട്, എങ്ങെങ്ങുമേ
കടത്തിണ്ണകൾ, റെയിൽ സ്റ്റേഷൻ, സത്യഗ്രഹ പന്തൽ, അനാഥ ശുശ്രൂഷ, അഭയാർത്ഥികൾക്കൊരു പാട്ട്, കുമാരിയിൽ സാഗര സ്നാനം, ഗയയിൽ ബലി, ഹിമവാനിലൂടെ ഏകാന്തയാത്ര, തീരങ്ങളിൽ കണ്ടുമുട്ടുന്നവരൊത്തു തീനും കുടിയും, തിരികൊളുത്തുന്ന രാഷ്ട്രീയ വിചാരം, അനാഥ ശവങ്ങൾക്ക് കാവലിരിപ്പ്, ദിവാസ്വപ്നമാടിയൊടുങ്ങാത്ത വ്യാധി, ഒറ്റവാക്കിന്റെ വിശുദ്ധമാം പ്രാർത്ഥന, കുറ്റവരില്ലാത്തവന്റെ ശേഷക്രിയ. വീട്ടിലേക്കെന്നു പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ. ഇന്നു വരും മകനിന്ന് പടിപ്പുരത്തിണ്ണയിൽ കണ്ണു നട്ടമ്മയിരിക്കുമോ? ഇന്നു വരും മകനെന്നു പടിപ്പുരത്തിണ്ണയിൽ കണ്ണു നട്ടമ്മയിരിക്കുമോ? കണ്ണുനീരെല്ലാം തൊടിയിൽ തുളസിയായി വന്നുവെന്നാശ്വസിക്കുന്ന പെങ്ങൾ വന്ന് ഇല്ലാരുമില്ലെന്നുറപ്പായ നേരത്ത് ചൊല്ലാൻ പറയുമോ സ്നേഹവിലാപങ്ങൾ? അപ്പുറത്തിപ്പുറത്തുള്ള പെണ്ണുങ്ങൾ വന്നെത്തി നോക്കുമ്പോൾ ഇടയ്ക്കൊരാളിൽ മാത്രം ദൃഷ്ടിയുടക്കി ഇടറി നിന്നിടുമോ? നാടകം, വാർഷികം, വായനശാലയ്ക്ക് കൂടുതൽ ഗ്രാൻഡ്, പൊതുവിശ്രമസ്ഥലം, ഓരോന്നിനോരോ വിധം, കൂട്ടുകാർ വന്നു നേരം മുഴുക്കാതിരുന്നു പറയുമോ? കാവിലെ കല്ലിൽ വിളക്കു തെളിയുമ്പോൾ പൂർവികർ വന്നു കുശലം മൊഴിയുമോ? വീട്ടിലേക്കെന്നു പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ ടൂറിസത്തിനും കൃഷിക്കും മുൻതൂക്കം. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ 24-25 വർഷത്തെ വാർഷിക ബജറ്റിൽ കൃഷിക്കും വിനോദസഞ്ചാരത്തിനും മുൻതൂക്കം. ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ദിനേശ് കുമാർ, കോവൂർ കുഞ്ഞുമോൻ MLA, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു. 50,78 ലക്ഷം രൂപയുടെ വരവും 50,19 ലക്ഷം രൂപയുടെ ചെലവും 58.7 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പച്ചക്കറി ഉൽപ്പാദനത്തിനും കാർഷിക മേഖലയ്ക്കുമായി തുക നീക്കിവച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര വികസനത്തിൻ്റെ ഭാഗമായി ചിറ്റുമല ചിറയിൽ സൈക്കിൾ പാത്ത്, ഫുട്പാത്ത്, ഹാപ്പിനെസ് പാർക്ക് എന്നിവ നിർമ്മിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം സി വാൾഡുവൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദിവ്യ ജയകുമാർ, ഉമാദേവി അമ്മ, മിനി സൂര്യകുമാർ, സരസ്വതി രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അംഗങ്ങളായ ഇജീന്ദ്രരേഖ, അനിൽകുമാർ, ജയചന്ദ്രൻ, ഉഷാദേവി, സെക്രട്ടറി ഇൻചാർജ് ലീന, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ജനപക്ഷ സർക്കാരിന്റെയും മാനവികതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സമാധാനത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും ജനങ്ങളെ ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുന്ന നവകേരള സൃഷ്ടിയുടെ ഭാഗമായുള്ള പദ്ധതികളാണ് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ ഭരണസമിതി 2023-24 ബജറ്റിൽ വിഭാവനം ചെയ്തിരുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നു. CQ സ്കൂൾ കുട്ടികൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. നേച്ചർ വർക്കിൻ്റെ ഭാഗമായി കേരളപുരം CQ സ്കൂൾ വിദ്യാർത്ഥികൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. CI ഹരിലാൽ, ചൈൽഡ് വെൽഫെയർ ഓഫീസർ അനു എന്നിവർ കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഹാഷിം, ജാമി ഉൽ അരീഫ് മാനേജർ ഹബീബ് നൂറാനി, റസൽ കെട്ടിടത്തിൽ അധ്യാപകർ, മറ്റ് സ്കൂൾ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പേരയം പഞ്ചായത്തിൽ ആട് വിതരണം നടന്നു. പേരയം ഗ്രാമപഞ്ചായത്തിലെ
24-25 വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിയ ആട് വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ഷാജി, ബിനോയ് ജോർജ്, രമേശ് കുമാർ, വെറ്റിനറി സർജൻ ഡോക്ടർ ദീപ മേരി എന്നിവർ സംസാരിച്ചു. കുരുന്നുകളുടെ പാചക രുചി അറിഞ്ഞ് രക്ഷിതാക്കളും അധ്യാപകരും. അമ്മമാരുടെ സഹകരണത്തോടെ പാചകം ചെയ്ത നാടൻ രുചികളുടെ ഭേദരസങ്ങൾ അറിഞ്ഞ രക്ഷിതാക്കളും അധ്യാപകരും. കുണ്ടറ സെൻറ് കുര്യാക്കോസ് LP സ്കൂളിലെ കുട്ടികളാണ് നാടൻ വിഭവങ്ങൾ ഒരുക്കിയത്. പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് നിർവഹിച്ചു. കാത്തോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾ തെക്കൻ മേഖല കോർഡിനേറ്റർ ഫാദർ കോശി വൈദ്യൻ അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ ഡയറിയുടെ പ്രകാശനം AEO M റസിയ ബീവി നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ T ലോവൽ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ B വിനോദ്, വാർഡംഗം T ബിന്ദു, ആഗ്നസ്, സജി വർഗീസ്, ദീപുലാൽ, റോയ് സാമുവൽ, M മിനിമോൾ എന്നിവർ സംസാരിച്ചു. പണിയും പ്രവൃത്തി നൈപുണ്യം. കൈയും പണിയും നന്നായിരുന്നാൽ കാലം കഴിക്കാൻ ഒരു വിഷമവുമില്ല. മുതിരകളെ നിങ്ങൾക്കറിയാം. മുതിരകളുടെ ജീവിതത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. സാധാരണ പ്രവർത്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് മുതിരകൾ അങ്ങനെ ചെയ്യുന്നത്? മുതിരകളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊരു ചൊല്ലുണ്ടല്ലോ. മുതലയ്ക്കും ഈ ചൊല്ലറിയാമോ? കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ്. മുതല സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നുമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? മുതലകൾ അവ ജീവിക്കുന്ന നദികളുടെയോ തടാകത്തിന്റെയോ തീരത്തിലുള്ള മണ്ണിൽ കുഴിയുണ്ടാക്കിയാണ് മുട്ടയിടുന്നത്. മുട്ടകൾ വിരിയാറാകുമ്പോൾ അതിനകത്തുള്ള കുഞ്ഞുങ്ങൾ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കും. ഇത് കേൾക്കുമ്പോൾ തള്ളമുതല അവിടെ എത്തി മണ്ണ് ചികഞ്ഞു മാറ്റുന്നു. മിക്ക കുഞ്ഞുങ്ങൾക്കും സ്വയം മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തു വരാൻ കഴിയും. അങ്ങനെ കഴിയാത്ത കുഞ്ഞുങ്ങളുള്ള മുട്ടകളെ തള്ളമുതല വായിലിട്ട് ഉരുട്ടി പൊട്ടിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. തുടർന്ന് കുഞ്ഞുങ്ങളെ ഓരോന്നിനെയായി മൃദുവായി കടിച്ചെടുത്ത് വായ്ക്കകത്താക്കും. പിന്നീട് അവയെ വെള്ളത്തിൽ കൊണ്ടുപോയി വിടും. വെള്ളത്തിലിട്ടാലുടൻ മുതലക്കുഞ്ഞുങ്ങൾക്ക് നീന്തുവാൻ കഴിയും. അവ തങ്ങളുടെ ശരീരവലുപ്പത്തിനനുസരിച്ച് ചെറുപ്രാണികളെ മറ്റും പിടിച്ചു തിന്നുവാൻ തുടങ്ങും. ഈ സമയത്ത് ശത്രുക്കളിൽ നിന്ന് ഭീഷണിയുണ്ടായാൽ അവ തള്ളമുതലയുടെ സമീപത്തേക്ക് നീന്തി ചെല്ലും. എന്നാൽ തള്ളമുതല അവയെ വായിലേക്ക് എടുത്തിടുകയില്ല. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ഉടനെ വെള്ളത്തിലെത്തിക്കുവാൻ മാത്രമാണ് തള്ളമുതല കുഞ്ഞുങ്ങളെ വായ്ക്കകത്ത് എടുക്കുന്നത്. കരയിൽ മുതലക്കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നുവാൻ ധാരാളം ശത്രുക്കളുണ്ട്. കണക്ട് പ്രോഗ്രാം കോളേജ് ലീഡേഴ്സ് നിയമസഭ സന്ദർശനം നടന്നു. കുണ്ടറ MLAയുടെ സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയായ കണക്ട് കുണ്ടറയുടെ ഭാഗമായി മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ സംഘം കേരള നിയമസഭ സന്ദർശനം നടത്തി. VC വിശ്വനാഥ് MLAയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലൂടെ വിവിധ കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് നിയമസഭാ നടപടികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി നിയമസഭ സന്ദർശിച്ചത്. കണക്ട് കുണ്ടറ ഉപപദ്ധതിയായ കണക്ട് ലീഡേഴ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ നിയമസഭ സന്ദർശിച്ചത്. കോർഡിനേറ്റർ നവമി നേതൃത്വം നൽകി. കുണ്ടറ പഞ്ചായത്തിൽ ആടുകളെ വിതരണം ചെയ്തു. കുണ്ടറ പഞ്ചായത്ത് 2023-24 പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് വനിതാ ജനറൽ വിഭാഗങ്ങൾക്ക് ആടിനെ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് R ഓമനക്കുട്ടൻപിള്ള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സദാശിവൻ, സുരേഷ് കുമാർ, P വിനോദ്, വെറ്റിനറി ഡോക്ടർ ശ്രദ്ധ എന്നിവർ പങ്കെടുത്തു. തെറ്റ് പൊറുക്കണം. ആദ്യത്തെ തെറ്റ് ക്ഷമിക്കണം. ശിക്ഷിക്കരുത്. തെറ്റ് ആവർത്തിച്ചാലേ ശിക്ഷ കൊടുക്കാവൂ. ഈ തിരക്കേറെ ജീവിതത്തിൽ
വളരെ കൃത്യമായി നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട, ദൈനംദിനം അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ കുറിപ്പ്, ഒരു ചെറിയ തലോടൽ, ഒരു ചെറിയ ചേർത്തുപിടി, ഒരു നല്ല വാക്ക്, പറയുന്നത് കേൾക്കാനുള്ള ഒരല്പം സമയം ചെലവഴിക്കും. ഇതൊക്കെ മനുഷ്യനെ ജീവിതത്തിലേക്ക് നയിക്കും. ആത്മഹത്യയിൽ നിന്ന് അവരെ കാതങ്ങൾ അകലമാറ്റും. മനുഷ്യന് സന്തോഷവും സ്നേഹവും മനസമാധാനം നൽകുന്ന ഈ നന്മയുടെ ചിത്രങ്ങൾ കോറിയിടുന്ന ഒരു കുറിപ്പ് നമുക്കിന്ന് നല്ല വാക്കുകൾ ത്രാണി ഉണ്ടാകണമെങ്കിൽ വായിക്കാം. ഈ ആയുസ്സിൽ മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? സംശയമില്ല, നമ്മുടെ സാന്നിധ്യം തന്നെ. പറയാനും പങ്കുവയ്ക്കാനുമുള്ളതെല്ലാം കരുണയോടെ കാതോർക്കൽ. അങ്ങനെ കാതോർത്തവരെ ഒന്നും നമുക്ക് മറക്കാനാകില്ല. ഭർത്താവ് അപകടത്തിൽ മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇനിയും ദുഃഖത്തിൽ നിന്ന് കരകയറാനാകുന്നില്ല. അന്നത്തെ കരച്ചിൽ ഇന്നുമുണ്ട്. അത്രയേറെ പ്രിയപ്പെട്ടവനെയാണ് ആ അമ്മയ്ക്ക് നഷ്ടമായത്. അത് അമ്മയുടെ ഓരോ വാക്കും പറഞ്ഞു തന്നു. വൃദ്ധസദനത്തിൽ തൻ്റെ അടുത്ത കൂട്ടുകാരിയോട് ആ അമ്മ പറഞ്ഞു, ഒരുപാട് തിരക്കുള്ള ആളായിരുന്നു, എന്നാലും എങ്ങനെയും സമയം കണ്ടെത്തി എൻ്റെ കൂടെ നിൽക്കും, അടുക്കളയിൽ സഹായിക്കും, അറിയുന്ന ജോലിയൊക്കെ ചെയ്തു തരും. എനിക്ക് പറയാനുള്ളതെല്ലാം മടുപ്പില്ലാതെ കേട്ടിരിക്കും. നിങ്ങൾക്കറിയോ, എൻ്റെ നഖം വെട്ടിത്തരുന്നത് പോലും. വാക്കുകൾ കണ്ണീരുകൊണ്ട് മുറിഞ്ഞു. ഈ ആയുസ്സിൽ മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? സംശയമില്ല, നമ്മുടെ സാന്നിധ്യം തന്നെ. പറയാനും പങ്കുവയ്ക്കാനുമുള്ളതെല്ലാം കരുണയോടെ കാതോർക്കൽ. അങ്ങനെ കാതോർത്തവരെയൊന്നും നമുക്ക് മറക്കാനാകില്ല. ആ അമ്മയ്ക്ക് കണ്ണീര് തോരാത്തതും അതാണ്. ബന്ധങ്ങളിൽ ഓർമ്മയാകുന്നത് വലിയ കാര്യങ്ങളല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അകലത്താകുമ്പോൾ പോലും കനിവുള്ള വാക്കുകളാൽ അരികിലെന്നപ്പോൾ സാന്നിധ്യമേകുന്ന മനുഷ്യർക്ക് എന്തൊരു ഭംഗിയാണ്. സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഇംഗ്ലീഷിൽ ഒരേ വാക്കാണല്ലോ, പ്രസന്റ്. അരികിലുള്ളവരെ അവഗണിക്കുന്നതിനേക്കാൾ വലിയൊരു സ്വാർത്ഥതയുണ്ടോ? അന്യോന്യം ചൊരിയേണ്ട സ്നേഹനിമിഷങ്ങളെ ആരൊക്കെയോ കട്ടെടുക്കുന്നില്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ മകന് മാതാപിതാക്കൾ ഒരാൾ കൂടെയുണ്ടാകണം. ഉറങ്ങാൻ നേരമായാൽ അവൻ വരും. മെല്ലെ അരികത്ത് വന്ന് ചുറ്റിപ്പിടിച്ച് ചോദിക്കും, അമ്മേ, എൻ്റെ കൂടെ കുറച്ചു നേരം ഒന്ന് കിടക്കുമോ? ഞാൻ വേഗം ഇറങ്ങിക്കോളാം. തിരക്കിട്ട ജോലിയിലാണെങ്കിൽ കൂടെ പോകാൻ മുമ്പൊക്കെ ആ അമ്മ മടിച്ചിരുന്നു. മോൻ കിടന്നോളൂ, ഞാനിപ്പോൾ വരും. അവൻ പോയി കിടക്കും. ജോലി തീർത്ത് ചെല്ലുമ്പോഴേക്ക് അവൻ ഉറക്കത്തിലേക്ക് ലയിച്ചിരിക്കും. ഇപ്പോൾ അങ്ങനെ ആ അമ്മ പറയാറേയില്ല. അവൻ എപ്പോഴാണോ വന്ന് വിളിക്കുന്നത് ഉടനെ കൂടി ചെല്ലും. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഓർക്കും, കാലം ഒരുപാട് കഴിഞ്ഞ് വാർദ്ധക്യത്തിൻ്റെ രോഗത്തിലും ക്ഷീണത്തിലുമാകുന്ന സമയം, രാത്രി ഉറക്കത്തിലേക്ക് വടിയൂന്നി പോകുമ്പോൾ ധാരാളം തിരക്കുകളിൽ മുഴുകിയ മോനോട് അതേ ചോദ്യം താനും ചോദിക്കും, മോനെ, എൻ്റെ കൂടെ കുറച്ചു നേരമൊന്ന് കിടക്കാമോ? വൃദ്ധയായ ആ മാതാവിൻ്റെ വാടിത്തളർന്ന ചോദ്യത്തിന് അന്ന് മകൻ നൽകേണ്ടൊരു മറുപടിയുണ്ട്. ആ മറുപടി അതേ മാതാവ് അവനിൽ നിന്ന് നൽകണം. അത്രയുള്ളൂ. ആലമ്മൂട് പണയിൽ ഗവൺമെൻറ് ഹൈസ്കൂൾ വാർഷികവും അവാർഡ് വിതരണവും ധ്വനി 24 നാളെ നടക്കും. വൈകിട്ട് 4-ന് ഘോഷയാത്ര. തുടർന്നു ചേരുന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ കല്ലേലി ഭാഗം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി അധ്യക്ഷത വഹിക്കും. PTA പ്രസിഡന്റ് എസ് ബിജു, പനയം പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ രാജശേഖരൻ, TV സീരിയൽ ആർട്ടിസ്റ്റ് രാജ് ഖലേഷ് എന്നിവർ സംസാരിക്കും. സിനിമാ നാടക സീരിയൽ നടൻ AK ആനന്ദ് അവാർഡുകൾ വിതരണം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥിയും യുവ കവിയുമായ അജി കൊല്ലം, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് അനിൽകുമാർ, പൂർവ്വ വിദ്യാർത്ഥി, സയൻറ്റിഫിക് റിസർച്ച് എഡ്യൂക്കേറ്റർ അഖിൽ ഘോഷ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. നാട്ടോട്ടം വാർത്തകൾ ഇന്ന് സമാപിക്കുകയാണ്. ഞങ്ങളുടെ 3 സിനിമകൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പ്രേക്ഷക സമക്ഷം ഉള്ള ഞങ്ങളുടെ 6 മൂഖം, കനൽച്ചിരി 3 സിനിമകളും. അതിനകത്ത് സംഭാഷണങ്ങൾ ഇല്ല, മുഴുവൻ മൂകമായ ചിത്രമാണ്. പക്ഷേ നല്ല പശ്ചാത്തല സംഗീതമുണ്ട്. സാമൂഹ്യ പ്രസക്തമായ വ്യത്യസ്തമായ 3 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഹ്രസ്വചിത്രങ്ങൾ നിങ്ങൾ ആയിരങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. നിങ്ങളും കൃത്യമായി കാണണം. മറ്റുള്ളവരെ കൂടി ഈ ചിത്രം കാണിക്കാൻ ഉള്ള സംവിധാനം നിങ്ങൾ ഒരുക്കണം. കുടുംബശ്രീ ഗ്രൂപ്പുകളിൽ, കുട്ടികളുടെ ഗ്രൂപ്പുകളിൽ, കുടുംബ ഗ്രൂപ്പുകൾ ഒക്കെ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശത്തോടെ, എന്ന ആഗ്രഹത്തോടെ നാളെ നമുക്ക് വീണ്ടും പരസ്പരം കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.